ഇന്ന് ഞാൻ നിൽക്കുന്നത് പ്രശസ്തമായതും കേരളത്തിലെ ഏക വീരഭദ്ര ക്ഷേത്രത്തിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ തൃക്കരുവ പഞ്ചായത്തിൽ അഷ്ടമുടി എന്ന സ്ഥലത്താണ്. വീരഭദ്ര ഭഗവാന്റെ കഥ ഇങ്ങനെയാണ്. സതീദേവിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തുന്ന സമയത്ത് എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ ശിവഭഗവാനെ മാത്രം ക്ഷണിച്ചില്ല. ഇതറിഞ്ഞ സതീദേവി പിതാവിൻ്റെ അടുത്തെത്തി ചോദിച്ചപ്പോൾ ശിവഭഗവാനെ അവമാനിച്ച് സംസാരിച്ചു. ഇതിൽ മനം നൊന്ത സതീദേവി ആ ഹോമാഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതറിഞ്ഞെത്തിയ ശിവഗണങ്ങളും ശിവഭഗവാനും ദേഷ്യപ്പെട്ടു. ശിവഭഗവാൻ അദ്ദേഹത്തിൻ്റെ ജട പിടിച്ച് അടിച്ചു. അതിൽ നിന്നും ഭദ്രകാളിയും വീരഭദ്രനും ഉടലെടുത്തു. ആ ജട പിടിച്ച് അടിച്ചതാണ് അഷ്ടമുടിയായി മാറി. അതായത് അഷ്ടമുടി കായൽ എന്നറിയപ്പെടുന്നത് ഇതാണ് ഐതിഹ്യം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി കായലിൻ്റെ തീരത്താണ്. ഇവിടുത്തെ ഉത്സവം 28ാം ഓണത്തിൻ്റെ അടുത്താണ്. അതിനോടനുബന്ധിച്ച് കാർഷിക ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്നു. അഭിഷ്ടസാധിക്കായിട്ട് ഉരുൾ നേർച്ചയും നടത്തി വരുന്നുണ്ട്. വളരെ മനോഹരമായ ക്ഷേത്രമാണ്. ഞങ്ങൾ രാത്രിയിലാണ് ഇവിടെ എത്തിയത്. എന്നോടൊപ്പം നമ്മുടെ സഹോദരങ്ങളായ ഗിരീഷ് കുമാറും ശ്രീകുമാറും ഉണ്ട്. ഞങ്ങൾ ഈ രാത്രിയുടെ സൗന്ദര്യം, അതായത് അഷ്ടമുടി കായലിൻ്റെ സൗന്ദര്യം വളരെ മനോഹരമാണത്. ഇവിടെ നോക്കുമ്പോൾ ദൂരെ വരെ നീണ്ടു കിടക്കുന്ന ആ അഷ്ടമുടി കായലൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായ ഈ ക്ഷേത്രവും ഈ പരിസരവും നിങ്ങൾ വന്ന് കാണുക. ഇവിടുന്ന് ബോട്ട് യാത്രയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ വളരെ രസകരമായ ഒരു സ്ഥലമാണ് ഈ അഷ്ടമുടി ക്ഷേത്രം എന്ന് പറയുന്നത്. അത്രയും വളരെ നല്ല നമുക്ക് സന്ദർശിക്കേണ്ടുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് ഈ അഷ്ടമുടി ക്ഷേത്രം.